നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിഎമ്മിന്റെ ഓഫീസിൽ ചില നിർണായക യോഗങ്ങൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സിഎമ്മിന്റെ ഓഫീസിൽ അടിയന്തര യോഗം നടന്നിരിക്കുന്നത്. DGP ദർവേഷ് സാഹിബും ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം. പതിവ് കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്ന് ഇതിനുശേഷം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയും DGPയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ADGP H വെങ്കിടേഷും അന്ന് ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു. കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നതിനിടെ അവധിയിൽ പോകാൻ ADGP MR അജിത് കുമാർ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് DGPയും ഇന്റലിജൻസ് ADGPയും മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അതത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. കാരണം പാർട്ടിയിൽ പിണറായിക്ക് നേരെ വലിയ രീതിയിലുള്ള മുറവിളി ഉയരുന്നുണ്ട്. അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായി ഉയരുന്ന ഒരു ഘട്ടമാണ് ഇത്. അങ്ങനെ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അജിത് കുമാറിനെ പുറത്താക്കണമെന്ന ആവശ്യം അൻവർ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് മേൽ വലിയ ഒരു കളങ്കം വന്നു നിൽക്കുന്ന അവസരത്തിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കാണ്. മുഖ്യമന്ത്രി അജിത് കുമാറിനെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. CPM കടുപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അന്വേഷണം ഈ ഒരു രീതിയിലെങ്കിലും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇതിനു മുന്നേ എപ്പോഴേ പിണറായി വിജയൻ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തുമായിരുന്നു. എന്തായാലും പാർട്ടിയിൽ വലിയ ഒരു പവർ ഇപ്പോൾ പിണറായിക്കില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതായത് അജിത് കുമാറിന്റെ വിഷയത്തിൽ പാർട്ടി എന്താണോ നിലപാടെടുക്കുന്നത് അത് പിണറായിക്ക് അനുസരിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. DGP ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രി അനുവാദം കൊടുക്കാതെ തന്നെ MR അജിത് കുമാറിന്റെ പിന്നാലെ ഒരു അന്വേഷണവുമായി പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മുൻപ് സുജിത് ദാസിന്റെ വിഷയത്തിൽ DGP ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ MR അജിത് കുമാറിന്റെയും കാര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണ് DGPക്കുള്ളത്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ പിണറായി വിജയൻ അതെല്ലാം DGPയുടെ തലയിലിട്ട് രക്ഷപ്പെടുമെന്ന് ദർവേഷ് സാഹിബിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദർവേഷ് സാഹിബ് ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നിരിക്കുന്ന ചർച്ച അത്ര നിസ്സാരമായി കാണാനാകുന്നതല്ല. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു അപ്പോൾ എന്തായാലും പിണറായിക്ക് അധികകാലമൊന്നും അജിത് കുമാറിനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. പ്രതിപക്ഷവും BJPയും ഒക്കെ ഈ വിഷയത്തിൽ സർക്കാരിന് നേരെ സമരം നടത്തുന്നുണ്ട് എങ്കിലും പാർട്ടി, അതായത് സ്വന്തം പാർട്ടി തന്നെ എതിരായി നിൽക്കുന്നതാണ് പിണറായിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങൾ പ്രവഹിക്കവേ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കാൻ നേതാക്കൾ കാര്യമായി രംഗത്തേക്കൊന്നും വരുന്നില്ല. CPM സൈബർ പടയാളികളും മൗനത്തിലാണ്. ചാനൽ ചർച്ചകൾക്കും CPM നേതാക്കളെ കിട്ടാനില്ല. മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി CPM സഹയാത്രികർ മാത്രമേ എത്തുന്നുള്ളൂ. ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി ഉള്ളത്. PB അംഗങ്ങളായ MA ബേബിയും A വിജയരാഘവനുമൊക്കെ തൃശൂരിൽ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചുവെങ്കിലും ADGPയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നില്ല. AK ബാലൻ, സജി ചെറിയാൻ, MP രാജേഷ്, PA മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. RSS ADGP കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നും വ്യക്തമാക്കി MV ഗോവിന്ദൻ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ വിവാദത്തിന്റെ ഉത്തരവാദിത്തം പരിഹാരവുമൊക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് കെട്ടി MV ഗോവിന്ദനും രക്ഷപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ CPM സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നുണ്ട്.
മലപ്പുറത്തെ CPM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ്, ജാഗ്രത. ഇതായിരുന്നു അദ്ദേഹം കുറിച്ചത്. ADGP എവിടെയെങ്കിലും പോയതിന് CPM എങ്ങനെ ഉത്തരവാദിയാകുമെന്നാണ് MV ഗോവിന്ദൻ ഇപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CPM ഇപ്പോൾ പിണറായിക്കും ADGPക്കും എതിരായി കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ പിണറായിക്ക് ADGPയെ അധിക കാലം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.